അളിയ മറിഞ്ഞാൽ തീർന്ന്. നമുക്ക് അധികം വെള്ളത്തിൽ ഇറക്കണ്ട, ഈ സൈഡ് കയറ്റി തന്നെ ഇറക്കി പോവാവേ. വണ്ടി എടുത്തു തെറിച്ചുകൊണ്ടൊരു പോക്ക് പോകുന്നു കേട്ടാ. പൊളി പൊളി പൊളി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സിവേഡ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കിഡിലൻ മോഡിഫൈഡ് ടൊയോട്ടോ ലാൻഡ് ക്രൂസർ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോർട്ട് ചെയ്യുന്നൊരു സാധനം എടുത്തിട്ട് ഒരാൾക്ക് ഡെലിവറി ചെയ്യേണ്ട കാര്യമുണ്ട് ഗൈസ്. വെറും ഒരു സാധനമല്ല, ഇവിടോട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയ ലോഡാണ്, ഒരു ട്രെയിലറിൽ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതാണ് ഡെലിവറി ചെയ്യാനുള്ള ഗൈസ്. അപ്പോൾ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. ഇച്ചിരി അത്യാവശ്യം നല്ലപോലെ ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റോഡാണ് ഗൈസ്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കണ്ട. ഡിഫറൻഷ്യൽ ലോക്കും AWD എല്ലാ കാര്യങ്ങളുള്ള വണ്ടിയാണ്. നമുക്ക് എന്തായാലും സാധനം എടുക്കേണ്ട സ്ഥലത്തോട്ട് പോകാം ഗൈസ്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വണ്ടിയുടെ സൗണ്ട് വിഷയമാണ് കേട്ടോ. ഓ എന്താ കളിയാ, റേസ് ചെയ്ത് നോക്കട്ടെ. റേസ് ചെയ്യുമ്പോൾ വലിയ സുഖമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് പതിയെ നമ്മുടെ വണ്ടി എടുത്തു തുടങ്ങാം. ലെറ്റ്സ് ഗോ. അളിയ ബാക്ക് ഇടിക്കല്ലേ, ആദ്യമേ തന്നെ ഇടിക്കല്ലേ. പോട്ടെ പോട്ടെ പോട്ടെ, ലെറ്റ്സ് ഗോ. ആ സാധനം അവിടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഹൈ ഗിയർ ഇട്ട് കൊടുക്കാവേ, അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ കാണുന്ന വലിയ സാധനമല്ല, നമുക്ക് ഈ കാണുന്ന ചെറിയ സാധനമാണ് ഇപ്പം കൊണ്ടുവേണ്ടത്. നമുക്കിതിൽ 3 സാധനം ഡെലിവറി ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ഇതാ ഈ ചെറിയ സാധനം കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് വരും ദിവസങ്ങളിൽ ആ 2 വലിയ സാധനം എടുക്കാവുന്നതാണ്. ഇതിനെ എങ്ങനെയെങ്കിലും ഞാൻ അറ്റാച്ച് ചെയ്യട്ടെ കേട്ടോ. ആദ്യം നമുക്കിത് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഗൈസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അറ്റാച്ച് ട്രെയിലർ. ഓ അറ്റാച്ച് ആയിട്ടുണ്ടേ. അപ്പം നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ സാധനം ഡെലിവറി ചെയ്യണതാണ്. എങ്ങോട്ടടി പോണേ ഗൈസ്? എനിക്ക് ട്രെയിലർ ഓടിക്കാൻ വലിയ പരിചയമില്ല കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ അങ്ങനെ പണിഞ്ഞൊരു വണ്ടിയാണ് ഇത്. അത്യാവശ്യം നമുക്ക് വെള്ളത്തിൽ ഇറക്കാം കേട്ടോ. വേറെ സീനൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെ നമുക്ക് വെള്ളത്തിറക്കാൻ പറ്റും. ഞാൻ ഇൻറ്റീരിയറിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കിങ്ങനെ ബാക്കിൽ നിന്ന് വ്യൂ ഉണ്ടല്ലേ. ഓ ലാൻഡ് ക്രൂസറിൻ്റെ കറക്റ്റ് അതേ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഗിയറൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് വിഷയം വണ്ടി ഗൈസ്. ഒരു രക്ഷയില്ല ഈ സാധനം. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാവേ ഗൈസ്. ബാക്കിൽ ലോഡ് ഇരിക്കുന്നുണ്ട്. നമുക്ക് അധികം സ്പീഡ് എടുക്കണ്ട. അധികം സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അധികം വെള്ളത്തിലെടുക്കണ്ട കേട്ടോ, പണിയാവും. ഞാൻ ഹൈ ഗിയർ ഇട്ട് പോകട്ടോ ഗൈസ്. നമുക്ക് കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാവേ. എടാ ഇത് സാധനം നല്ല ലോഡ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നല്ല കേട്ടോ ഗൈസ്. വണ്ടിക്ക് ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മളെ ലാൻഡ് ക്രൂസറിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി പോണ വഴിക്ക് തേരി ഉണ്ടെങ്കിൽ നമ്മൾ പെടും ഗൈസ്, ഉറപ്പായിട്ടും നമ്മൾ പെടും. സോ തേരിയൊന്നും ഇല്ലാതിരുന്ന അത്രയും നല്ലത്. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മൾ തേരിയൊക്കെ വരുമ്പോൾ ലോ ഗിയറൊക്കെ, ഇപ്പം ലോ ഗിയറിൻ്റെ ആവശ്യം വരണില്ല. എടാ തേരി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ ഗൈസ്. മുതുക്ക് തേരി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. വണ്ടി കയറുമോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് നോക്കാം ഗൈസ്. കയറിയാൽ മതിയായിരുന്നു, ഒരു പ്രശ്നമില്ലാണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ ലോ ഗിയർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ വണ്ടിയുടെ എടാ ഫ്രണ്ട് ടയർ എയറില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ബാക്കിൽ നല്ല ലോഡുണ്ട് ഗൈസ്. അതിനെ കൂടെ വലിച്ചു തരണം, അതാണ് റിസ്ക്. ഈ വണ്ടി മാത്രമാണെങ്കിൽ സുഖമായിട്ട് കയറി പോരും. ആ സാധനം കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നമാണ് കേട്ടോ. ഓ നമ്മുടെ റെയർ വീൽ ഡ്രൈവാണ് ഇപ്പം കിടക്കണേ. എടേ കല്ലിൻ്റെ ബാക്കിൽ കുടുങ്ങി കേട്ടോ. ഒന്ന് റിവേഴ്സ് ഇറക്കിയിട്ട് കയറായിരുന്നു. കയറി കാണിച്ചാൽ അത്രേ ഉള്ളൂ. കല്ലൊക്കെ നിസ്സാരം. പൊളി 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 പൊളി. എടേ നിന്ന് കറങ്ങും കേട്ടോ ഗൈസ്. ഞാൻ റിയർ വീൽ ഡ്രൈവ് ഇടാൻ പോവാണ്. അല്ല, നമ്മൾ ആൾ വീൽ ഡ്രൈവ് ഇട്ട് നോക്കാം കേട്ടോ. ഓ നൈസ്. ഇനി അങ്ങോട്ട് ആൾ വീൽ ഡ്രൈവ് മതി. കുറച്ച് ദൂരം ഇച്ചിരി റിസ്ക് ഉള്ള ഏരിയ കേട്ടോ. പോട്ടെ 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 പോട്ടെ. ഇത് നമ്മുടെ സ്ഥിര സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ റോഡ് പിടിക്കും കേട്ടോ. ഓ എൻ്റെ അമ്മോ പൊളി കേട്ടാ. ഈ വണ്ടിക്ക് കിടില സസ്പെൻഷൻ ആട്ടോ. ഞാനാണെങ്കിൽ സസ്പെൻഷൻ ഇച്ചിരി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ വീഴ്ചയെന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇച്ചിരി സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ പാടുപെട്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സോഫ്റ്റ് സസ്പെൻഷൻ എടുത്ത് കയറ്റിയിട്ടുള്ളത്. എടാ മറ്റേ സാധനം കുടുങ്ങി ചേട്ടാ. ആളിയാ പെട്ട് 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 പെട്ട്. നമുക്കൊന്ന് റിവേഴ്സ് പോയിട്ടേ പെട്ടെന്ന് എടുക്കാം, അതായിരിക്കും നല്ലത്.
വാ 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 വാ, അത്രേ ഉള്ളൂ. ആ വേരെപ്പോ വന്നാലും പ്രശ്നമാട്ടാടേ. അതിനെ അവിടെ നിന്ന് ഇളക്കി കളയണം. നാളെ JCB കൊണ്ടൊന്ന് തോണ്ടി കളയണം കേട്ടോ ആ സാധനത്തെ. അത് ഭയങ്കര പ്രശ്നമാണ് അവിടെ. ചെറിപ്പോ അത്രേ ഉള്ളൂ. ഓ നൈസ് ഗൈസ്. നമുക്ക് സ്ഥിരം പണിയരുന്ന തേരി ആണ് കേട്ടോ ഇത്. ഇത് കയറോ നോക്കാം. ലാൻഡ് ക്രൂയിസർ ഇത്രയും വെയിറ്റ് വെച്ച് കയറോ നോക്കാട്ടോ. കേറി വാടാ. ഓ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കേറി കേട്ടാ. മറ്റേ G-Wagon ആണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു ഗൈസ്. ഈ വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് പിടിച്ച് കയറിക്കോളും കേട്ടാ. അടാ ഇവിടെ ഇച്ചിരി പ്രശ്നമാണ് ഗൈസ്. നമ്മൾ വിഞ്ചിടേണ്ടി വരും മിക്കവാറും. കയറുന്നില്ല മച്ചാനെ. അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. കേടാ കേടാ. എവിടെയെങ്കിലും വിഞ്ച്. ഓക്കെ ഓക്കെ, വിഞ്ച് കണക്ട് ചെയ്തപ്പോൾ കയറി കേട്ടോ. ഈ സാധനം ഒരിടം കുടുങ്ങായിരുന്നു ആദ്യമായിരുന്നു. അത്രേ ഉള്ളൂ. എടേ ഒരു പ്രശ്നമുണ്ടേ, നമുക്ക് പെട്രോൾ തികയത്തില്ലടേ. അതൊരു പ്രശ്നമാണ് ഗൈസ്. ഞാൻ ലോ ഗിയർ ഓഫ് ചെയ്യുവാണ് കുറച്ച് നേരത്തേക്ക്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ പെട്രോൾ തീരെ കുറവാണ്. കടച്ച കടയിലെ കണ്ണതടി കാത്തിരിച്ച. ഓ പ്രശ്നമാണോ? ഓ ഏതാ, എന്ത് സ്മൂത്തായിട്ടാണ് ഇത് കയറി വരണേ അല്ലേ. ലെറ്റ്സ് ഗോ. വരട്ട മച്ചാനെ, അത്രേ ഉള്ളൂ. കേറി വാടാ. സോ സിമ്പിൾ യാ, കേറി വാ. ഓ പ്രശ്നമാണ്. ആ ഏരിയ ഇച്ചിരി പ്രശ കാണാം കേട്ടാ ഗൈസ്. 59 ലിറ്ററേ ഉള്ളൂ കേട്ടോ. നമ്മൾ മിക്കവാറും പെട്രോൾ കൊണ്ടുവരാൻ വേറെ വണ്ടി വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു സീനുണ്ട്. ഓയ് ഓയ് ഓയ്, എങ്ങോട്ടാ കയറി പോണ എന്റെ പൊന്നോ. കേറി വാ കേറി വാ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഏതാണ്ട് എത്താറായെന്ന് തോന്നാം കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എന്തോ എടുത്താണ് പോകേണ്ടത്. നമ്മൾ പോകുന്ന യൂഷ്വൽ റൂട്ടല്ല ഗൈസ്. നമ്മൾ വേറെ റൂട്ട് കയറി പോണം. ഓ താഴെ കൂടെയാണോ മേളിൽ കൂടെയാണോ പോകണ്ടേ? ഇറക്കമാണേ നോക്കി ഇറങ്ങിയിട്ടേ പണിയാവും. പതിയെ വന്നാൽ മതി കേട്ടോ, ഒരു ഇഷ്യൂ ഇല്ല. ഓ എൻ്റെ പൊന്നോ, ഇറങ്ങി ഗൈസ്. നമുക്കിനി ഈ സൈഡ് പിടിച്ചാണ് പോകണ്ടേ. ഞാൻ നല്ല ബ്രേക്കിംഗ് ഒക്കെ ചെയ്താട്ടോ പോണേ. നമ്മൾ ചുമ്മാ പോകുന്ന പോലെ അങ്ങ് പോയാൽ ശരിയാവത്തില്ല. സാധനം ബാക്കിൽ ഇതുള്ളതുകൊണ്ട് ഇത് ഫ്രണ്ടിലോട്ട് നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പോട്ടെ. എടേ എങ്ങോട്ടടേ പോണേ? വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി പോകുന്നു. അങ്ങോട്ടൊരു ചെറിയ ചായ ഉണ്ട് കേട്ടാ ഇതിന്. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ ചെളി തുടങ്ങി, മഡ് തുടങ്ങി ഗൈസ്. നല്ലപോലെ ചെളിയുണ്ട് കേട്ടാ. അളിയ ചെളി ലാൻഡ് ക്രൂയിസറിനൊരു വിഷയമല്ല, അത്രേ ഉള്ളൂ. നമ്മള് 4 വീൽ ഡ്രൈവിലായിട്ടാണ് കേട്ടാ പറഞ്ഞത്. നമ്മള് മറ്റേ AWD ഓൺ ആക്കിയിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് ഇതുവരെ ഓണല്ല കേട്ടോ. ഡിഫറൻഷ്യൽ ലോക്ക് ഇല്ലാതെയാണ് ഈ സാധനം കയറി പറഞ്ഞേ. വേറെ ഏത് വണ്ടി ആയാലും ഇവിടെ സ്ട്രഗിൾ ചെയ്തിരുന്നു കൈ. പക്ഷെ ഇത് കയറി ഇരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട്. ഓ അടിയോ, ഒരേ പൊളി കേട്ടാ. അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ നിന്ന് എങ്ങോട്ടേ പോകണ്ട ഗൈസ്? വെള്ളത്തിൽ ഇറക്കേണ്ടി വരും കേട്ടാ മിക്കവാറും. ഓ സ്ട്രെയിറ്റ് തന്നെയാണ്. പോട്ടെ. എന്ത് പവറടാ ഈ സാധനത്തിന്. ചെളിയത്തൊക്കെ എന്ത് സ്മൂത്തായിട്ടാണ് ഗൈസ് കയറി പറഞ്ഞേ. ഒരിടത്തും പോലും നിന്നിട്ടില്ല കേട്ടാ ഇതുവരെ. കിടില സാധനം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. നമ്മൾ ഇത്രയും മടി കൂടെ ഓടിച്ചിട്ട് വെറും 3-4 ലിറ്ററേ കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആൾ വീൽ ഡ്രൈവ് ഇട്ടിരുന്നെങ്കിൽ കുറെ പെട്രോൾ ഇപ്പൊ കത്തി പോകുമായിരുന്നു.
ലാൻഡ് ക്രൂയിസർ ഒരു രക്ഷയില്ല ഗൈസ്. ഇത് പഴയ മോഡൽ അല്ലേ ഗൈസ്? ഇത് 2000 ടു 2005 സംതിങ് ആ സമയത്ത് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതാ അതിന് മുമ്പ് ഇറങ്ങിയതോ? ഈ സംഭവം നമ്മളിവിടെ ഒരാൾക്കുണ്ട് ഇവിടെ, ഈ സെയിം വണ്ടി. ഓ, ഗ്രേ കളറാണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല മടുള്ള സ്ഥലത്തൂടെയാണ് കേട്ടോ നമ്മളെ വണ്ടി ഈ സാധനം വലിച്ചോണ്ട് പറഞ്ഞേ. കേറി വാ മച്ചാനെ, അത്രേ ഉള്ളൂ. എടാ ഇത് അത്യാവശ്യം നല്ല മടുള്ള ഏരിയ ആണേ. ഇവിടെ നല്ല മടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ലാൻഡ് ക്രൂയിസർ പൊളിയാണ് ഗൈസ്. ഇവിടെ നല്ല മടുണ്ട് കേട്ടോ. ഓ, അവിടെയും കയറിയിടേ. ഇതുവഴി വേറെ റോഡ് വല്ലതും ഉണ്ടോ ഗൈസ്? എടേ, വെള്ളത്തിൽ കൂടെ വണ്ടി എടുക്കേണ്ടി വരുമോ? നമുക്ക് മാപ്പിൽ നോക്കാം. നമ്മൾ മണ്ടത്തരം കാണിക്കാറില്ല. എടാ എൻ്റെ പള്ളി ഗൈസ്, നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ പോകണം കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ തന്നെ ഇറങ്ങി പോകണം ഗൈസ്. ലാൻഡ് ക്രൂയിസർ ബാക്കിൽ ഈ ട്രെയിലർ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഇറക്കി നോക്കാം. ഇത് സ്റ്റാളാവോന്ന് അറിയത്തില്ല. വെള്ളത്തിൽ മുങ്ങിയാൽ തീർന്ന കേട്ടോ. നമുക്ക് ഈ സൈഡ് കയറ്റി ഇറക്കാം കേട്ടോ. ഓ അളിയാ, ഏതാണ്ടങ്ങ് മുങ്ങി കേട്ടാ. പോട്ടെ 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 പോട്ടെ, ലെറ്റ്സ് ഗോ. എടാ ഒരു സീനും ഇല്ല കേട്ടാ. വേരിലൊന്നും കുടുങ്ങായിരുന്ന. നമുക്ക് ഈ സൈഡ് കയറ്റിയെടുക്കാം. നൈസ്. എടാ മറിയല്ലേ അളിയാ, മറിഞ്ഞാ തീർന്ന്. നമുക്ക് അധികം വെള്ളത്തിൽ ഇറക്കണ്ട, ഈ സൈഡ് കയറ്റി തന്നെ ഇറക്കി പോവാവേ. ഓടാ, ഒരു സൈഡാക്ക് മുങ്ങി കേട്ടാ വെള്ളത്തില്. നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് വെള്ളത്തിലാണ്, കണ്ടല്ല. കണ്ണ് കണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. കയറി വാ, അടിച്ച് കയറി വാ, അത്രേ ഉള്ളൂ. ഓ അത് അങ്ങനെ വെള്ളത്തിനകത്ത് നിന്ന് സേഫായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ആ സാധനം അറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു ബാക്കിലുള്ളത്. പൊളി പൊളി പൊളി. ഓ കേറാ കേറാ. ഫുള്ള് മറ്റേ റെയർ വീല് പിടിച്ചാട്ടാ പറഞ്ഞത്. ആൾ വീൽ ഡ്രൈവ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടാ? എടാ ഇവിടെ നിന്ന് ചെറിയൊരു തേരിയുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്താണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഗൈസ് പോകണ്ടേ. ഓക്കെ, നമുക്ക് ഈ വെള്ളം ക്രോസ് ചെയ്യണം. എൻ്റെ പൊന്നോ ഗൈസ്, ഇത്ര ആഴത്തിലൊക്കെ ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം കേട്ടോ. ഡിഫറൻഷ്യൽ ലോക്ക് കൂടെ ഓണാക്കിയിട്ട് പോകുന്നതാണോ നല്ലത്? എൻ്റെ അളിയ, വെള്ളത്തിൽ താഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. കൂടെ ഡേഞ്ചറസ് വാട്ടർ ലെവൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ലാതെ നമ്മുടെ ലാൻഡ് ക്രൂയിസർ വരുന്നുണ്ട് കേട്ടോ. അളിയ വെള്ളത്തിൽ മുങ്ങി ഫ്ലോട്ട് ചെയ്യണം കേട്ടോ ഇപ്പോ. ഓ ഐസ്, ഡിഫറൻഷ്യൽ ഓണാക്കാൻ സമയമായി. കുറച്ച് പെട്രോൾ കത്തി തീരട്ടെ, കയറിയാൽ മതി എങ്ങനെയും. ആളിയാ മുങ്ങി കേട്ടോ, മൊത്തത്തിൽ മുങ്ങി. നമുക്ക് വിഞ്ച് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വിഞ്ചിട്ട് വലിക്കുന്നുണ്ട്. ഇനി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ കയറി വാടാ, അത്രേ ഉള്ളൂ. ഓ ഗൈസ്, ലാൻഡ് ക്രൂയിസർ പ്ലസ് ട്രെയിലർ കേട്ടാ, രണ്ടിനെയും വലിച്ചെടുത്തിട്ടുണ്ട്. ഏതാ സാധനം? മൊത്തം ചെളി കേട്ടോ. എന്തോ ചെളിയുടെ ഇത്. ലെറ്റ്സ് ഗോ. കറച്ച കരയിലെ കണ്ണതടി. വണ്ടി ചെളിയിൽ കുളിക്കും കേട്ടോ നമ്മളവിടെ എത്തുമ്പോ. പക്ക ഉറപ്പാണ്. ഓ ഈ സ്ഥലം ഇങ്ങനെയുള്ളതായിരുന്നെങ്കിൽ നമ്മള് ഇത് ആൾട്ടറൈൻ ടയറാട്ടോ ഗൈസ്. നമ്മൾ മഡ് ടയർ പോലും അല്ല ഇട്ടിക്കണേ. നമ്മള് ജസ്റ്റ് ഒരു ആൾട്ടറൈൻ ടയർ ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ മഡ് ടയർ ഇട്ടിരുന്ന ഇവിടെയൊക്കെ സെറ്റായിട്ട് കയറി പോവായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്തില്ലായിരുന്നു. ഇത് സ്ട്രഗിളിങ് അല്ല, ശരിക്കും പറഞ്ഞാൽ സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട് കണ്ടോ. പിന്നെ അല്ല. ഓ കേറി വാടാ കേറി വാടാ കേറി വാടാ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അമ്മീ കേറിയാട്ടാ കേറിയാട്ടാ.
ഗൈസ് നമ്മൾ ഏതാണ്ട് എത്താറായി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടാ. ഉച്ചയാവാറായി ഗൈസ്, നല്ല ഉച്ചയായിട്ടുണ്ട് ഇപ്പോൾ. അതിനോട് ലൈറ്റ് അങ്ങ് മങ്ങിയത്. ഓ സീന്. ആ ഇവിടെ ചെറിയ ചെറിയ തേരികളുണ്ട് ഗൈസ്. തേരിയൊക്കെ അത്യാവശ്യം കയറിപ്പോവും. ആ വെള്ളം കയറി പിന്നെയാണ് ആ തേരി. ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ വണ്ടിക്ക്. ഇനി അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോകാട്ടോ, വേറെ വിഷയമൊന്നുമില്ല. എടാ ചെളിവെള്ളം, നമുക്ക് ഈ സൈഡ് വഴി കയറ്റാളെ. ചെളിവെള്ളത്തിൽ ഡയറക്റ്റ് ഇറക്കണ്ട, പണിയാവും. ഇവിടെയൊക്കെ കയറിയാൽ മതിയായിരുന്നു. ഓ എടാ പണിപ്പാളി പണിപ്പാളി, വണ്ടി ചെളിയിലായി കേട്ടാ. ഡിഫറൻഷ്യൽ ലോക്ക് ഓണാക്കുക ഗൈസ്. ഡിഫറൻഷ്യൽ ലോക്ക് ഓണാക്കിയുള്ള പ്രശ്നം പെട്രോൾ അത്രയും കത്തിത്തീരും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ 40 ലിറ്റർ പെട്രോളേ ഉള്ളൂ ഇനി ബാക്കി. എടേ അനങ്ങുന്നില്ലടേ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും ഇഞ്ച് കണക്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എടേ മറിക്കല്ലേ മറിക്കല്ലേ, വണ്ടി മറിയല്ലേ. എന്ത് സ്മൂത്തായിട്ടാണ് ഈ സാധനം കയറി വരണേ. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇപ്പം നമ്മൾ ഇതിനകത്ത് കിടക്ക് വരുന്നത് ഉറപ്പായിട്ടും. നമ്മൾ നല്ലപോലെ പാടുപെട് വരുന്നത്. പൊളി പൊളി പൊളി. ഞാൻ പെട്രോൾ എടുക്കാൻ നിന്നേ കേട്ടോ, നിസാൻ പെട്രോൾ, ഈ റൂട്ടിൽ വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നല്ലപോലെ പെടുവരുന്നത്. ഒക്കെ അത്രേ ഉള്ളൂടാ. കയറി കേട്ടാ, കയറി. അധികം പാടൊന്നും ഇല്ലാണ്ട് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് റൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ ഫുള്ള് ചെളിയായിരുന്നു കേട്ടാ. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. പോട്ടെ 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 പോട്ടെ. അതായത് ഇനി നമുക്ക് പെട്രോള് ട്രാൻസ്പോർട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് വേറൊരു വണ്ടി എടുത്തിട്ട് വരാം കേട്ടോ. അത് മിക്കവാറും ട്രക്കിലേ നടക്കത്തുള്ളൂ. അത് ഏതെങ്കിലും കിടിലൻ ട്രക്ക് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഈ മുതുക്ക് തേരി, ഈ തേരി കയറുമോ നോക്കട്ടെ കൈസ്. ഓ നൈസ്. കയറി വാടാ കയറി വാടാ കയറി വാടാ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഓ സ്റ്റിയറിംഗ് ഒക്കെ നല്ല ലൈറ്റ് കേട്ടാ. പൊളി പൊളി പൊളി. എടാ മറ്റേ സാധനം എവിടെയെങ്കിലും കുടുങ്ങിയാലേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിട്ട് കയറി വരും, വേറെ വിഷയമൊന്നും ഇല്ലാണ്ട് കയറി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ അതും കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചെറിയൊരു ചെളിയുണ്ട്. ചെറിയല്ല കേട്ടോ ഗൈസ്, നല്ല ചെളിയുണ്ട് അവിടെ. എടേ കേറടേ കേറടേ. അതൊക്കെ അത്രേ ഉള്ളൂ. കയറി 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 കയറി. വണ്ടി എടുത്തു തെറിച്ചുകൊണ്ടൊരു പോക്ക് പോകുന്നു കേട്ടാ. അതാണ് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. പവറിന് ഒരു കുറവുമില്ല കേട്ടോ ഗൈസ്. പവറിങ് വാരിക്കോരി തരുവാ അത്. ബാക്കിലത്തെ സാധനം അവിടെ തന്നെ ഉണ്ടാവാ. വണ്ടി തെറിച്ച് തെറിച്ച് പോവാ. എന്റെ പൊന്നോ, വണ്ടിക്ക് ഒരു ഡാമേജ് പോലും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അതാണ് വേറൊരു കാര്യം. നമ്മൾ സേഫ് ആയിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവരണോണ്ട് അല്ലേ നോക്കി ഇറങ്ങണേ. എന്താ നല്ല ഇറക്കമാണോ ഇത്. ഓ നല്ലൊരു അടിപൊളി ഇറക്കാട്ടോ ഇത്. എന്താ അളിയാ. ഈ സാധനം നോക്കിയേ ബാക്കില്. നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ടെന്ന് തോന്നാട്ടോ ഗൈസ്, നമ്മൾ എത്തേണ്ട സ്ഥലത്ത്. ഇല്ലടേ ഇനിയും പോവാണ്ട് ഇനിയും പോവാണ്ട് ഇനിയും പോവാണ്ട്. കേറി വാടാ കേറി വാടാ കേറി വാടാ. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. കേറി വാ. ലെറ്റ്സ് ഗോ. ഓ ഗൈസ് ഒരു മരമുണ്ട് കേട്ടോ ഇടയ്ക്ക്. വേര് വേര്. ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ് ആ വേര്. എവിടെ പോയാലും കാണും ഒരു വേര് പണി കാരണേ.
കിടിലൻ ഓഫ് റോഡ് ആട്ടാ, പക്ക ഓഫ് റോഡ് ഗൈസ്. ഞാൻ ഫുൾ ആക്സിലേറ്റർ ഓടാ. വെള്ളം 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 വെള്ളം. ഇത് പണിയാവൂടെ? ഇത് പണിയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഡയറക്റ്റ് ഇറക്കണോ ഗൈസ്? ഡയറക്റ്റ് ഇറക്കിയാൽ മണ്ടത്തരായി പോവും. നമുക്കൊരു സൈഡ് പിടിച്ചിറക്കാം കേട്ടോ, അതായിരിക്കും നല്ലത്. ഈ സൈഡ് കയറ്റിയെടുക്കാം. ഒരുപാട് ഇറക്കണ്ട, നമുക്ക് ഒരു സൈഡ് എന്തായാലും ഗ്രിപ്പ് വേണം, അല്ലെങ്കിൽ വെള്ളത്തൊരു സൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയാണ്. ഒരു ചെറിയ ഗ്രിപ്പ് നമുക്ക് വെച്ചേക്കാം. ഓടാ, എൻജിൻ ഓഫ് ആവുന്നുണ്ട് കേട്ടോ. എൻജിൻ ഓഫായ പണിയാണ് ഗൈസ്, പിന്നെ കയറത്തില്ല. ഞാൻ ഡിഫറൻഷ്യൽ ലോക്ക് ഓണാക്കിയ ഇവിടെ അനങ്ങുന്നില്ലടേ. ഓക്കെ, ഇങ്ങനെ പോയാൽ മതി. അനങ്ങി പോകുന്നുണ്ട്. ലെറ്റ്സ് ഗോ മച്ചാനെ, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളതിൽ പെട്രോൾ തീരാറായിട്ടുണ്ട്. വാടാ 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 പോടാ 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 പോടാ, കയറി വാടാ. ഓ, എങ്ങനെയൊക്കെയാ അവിടെ കയറിയാട്ടാ. നൈസ് ബ്രോ. ഇവിടെ മൊത്തം ഇരുട്ടാട്ടാ, ഞാൻ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ലൈറ്റ് ഇട്ടാൽ മതിയായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ലൈറ്റ് ഉണ്ട് കേട്ടോ, ലൈറ്റ് ഉണ്ട്. ഞാൻ ഇടാത്ത, ഞാൻ മറന്നു പോയതാ. അത്രയുള്ളൂടാ, കയറി വാടാ കയറി വാടാ. കരയിലെ ഏതാണ്ട് നമ്മൾ എത്താറായിട്ടുണ്ട്. എടാ, വീണ്ടും ചെളിയാ, വീണ്ടും ചെളിയാണ് ഗൈസ്, വീണ്ടും ചെളിയാണ്. നമ്മൾ സ്ഥിരം കയറ്റാറുള്ള പോലെ തന്നെ കയറ്റാട്ടോ. സൈഡ് പിടിച്ച് കയറ്റാം. ഇടയിൽ കുടുങ്ങി. ആൾവിൽ ഡ്രൈവ് ഇട്ടിട്ടും പിടിക്കണില്ല കേട്ടാ. വിഞ്ച് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും നോട്ടെ. ചെറിയൊരു പിടുത്തം കിട്ടിയാൽ നമ്മളങ്ങ് കയറിക്കോളും കേട്ടോ. അത്രേ ഉള്ളൂ. ഓ, സീനാണ് ഗൈസ്. കേറിയാട്ടാ അളിയാ, പൊളി. ഓ, ഏത് വണ്ടിടാ ഇത്? കുറെ നേരത്തിന് ശേഷം വെളിച്ചം കണ്ടടേ. വീണ്ടും ചെളി. അത്യാവശ്യം കുറെ ദൂരം ഉള്ള ചെളിയാട്ടാ, നോക്കിപ്പോയില്ലേ പണിയാവും. നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ ഇറക്കിയാലാ? വേണ്ടല്ലേ, പണിയായാലോ. കേറി വാ. ഓ, നൈസ് കേട്ടാ, കേറി ഗൈസ്. പിന്നെ അല്ല, നമ്മൾ എത്തേണ്ട സ്ഥലം ആവാറായി കാണൂല ഗൈസ്. കുറെ നേരമായി ഞാനായിരുന്നു നോട്ടിക്കുന്ന ഇതിനകത്ത്. ഐ തിങ്ക് നമ്മൾ എത്തിക്കാണോന്ന് തോന്നുന്നു കേട്ടാ. കയറി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ അങ്ങ് മാറ്റിക്കൊള്ളാം ഗൈസ്. പെട്രോൾ ചുമ്മാ അടക്കുമല്ലോ. നമ്മൾ ഇനി 26 ലിറ്ററേ ഉള്ളൂ, അതിനകത്ത് നമ്മൾ അവിടെ എത്തിക്കണം. വണ്ടിക്ക് മൈലേജ് തീരെ കുറവാണ്. പോരാത്തതിന് ഈ ബാക്കിലുള്ള സാധനം കൂടെ ഇരിക്കണോണ്ട് ഒട്ടും മൈലേജ് കിട്ടത്തില്ല നമുക്ക്. 26 ലിറ്റർ ഉള്ളൂ ഇനി. ഓരോ മിനിറ്റിൽ ഓരോ 30 സെക്കൻഡിൽ ഓരോ ലിറ്റർ വെച്ച് പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ. ചവിട്ടിപ്പിടി. ഞാൻ ഹൈ ഗിയർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. എടാ, എഞ്ചിൻ സ്റ്റാളാവും. ഹൈ ഗിയർ ബാക്കിൽ ലോഡുള്ളതുകൊണ്ട്. അച്ഛനെ പോട്ടങ്ങോട്ട്. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും ഒരു ചെളിയല്ല. കയറി വാ. അതൊക്കെ അത്രേ ഉള്ളൂ. ഓ,
പൊളി ഗൈസ്. എന്റെ അമ്മോ, അതെന്തോന്ന് കുഴിയടാ അത്. എത്തിയില്ലേ ഇതുവരെ? കുറെ ഉണ്ട് കേട്ടോ ഇനിയപ്പോ. എനിക്ക് തോന്നണം ഈ ലാൻഡ് ക്രൂയിസറിന് വെള്ളമാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു കരയെക്കാട്ടും. വെള്ളത്തിലൊക്കെ ചുമ്മാ കിടിലൻ പെർഫോമൻസ് വെള്ളത്തില്. ഇപ്പൊ ഇച്ചിരി വിഞ്ചിട്ട് കൊടുക്കേണ്ടി വന്നു, അന്ന് മിച്ചുള്ള കാര്യമല്ല. ഇടയ്ക്കൊക്കെ വിഞ്ചിട്ട് കൊടുക്കേണ്ടി വരും, അത് വേറെ കാര്യം. പോട്ടെ 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 പോട്ടെ. ഞാൻ ചവിട്ടി വെച്ചേക്കണോ കൈസ് ആക്സിലേറ്റർ. ഇനി ചവിട്ടാൻ ഒന്നുമില്ല ബാക്കി. ഓ ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം കേട്ടോ. പെട്രോള് കുറവാന്ന്, എനിക്ക് അതാണൊരു ടെൻഷൻ. നമ്മളിൽ പെട്രോള് തീരെ കുറവാന്ന് ഗൈസ്. പിഞ്ചിരട്ടെ. കരച്ച കരയിലെ കണ്ണതടി. എന്തുവാടാ ഇത്? എടാ വേരി കുടുങ്ങിയടാ ഗൈസ്. വേരില്ലാണ്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ, വേരനൊക്കെ എടുത്തെറിഞ്ഞോണ്ട് പറഞ്ഞാട്ടാ. അടിപൊളി. വേരി കുടുങ്ങി, വീണ്ടും കുടുങ്ങി. ആ വേരിനെ എടുത്ത് എവിടെയെങ്കിലും എറിയാൻ പറ്റുമോടെ? ഈ സൈഡ് കയറി വാടാ, ഈ സൈഡ് കയറി വാ. ഈ സൈഡ് ആകുമ്പോ വേര് പിടിക്കത്തില്ല വലുതായിട്ട്. കേറിപ്പോ 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 കേറിപ്പോ, അത്രേ ഉള്ളൂ. കേറി 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 കേറി. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. വാടക കേറി. എന്തുവാണ് ഇത്? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നല്ല, ഞാൻ ഒന്ന് ഹൈ ഗിയർ വെച്ചോട്ടെ. ഓ, എന്ത് പവറാടാ ഹൈ ഗിയറിന്. എന്റെ ആളിയ, ഇത് ആദ്യമേ വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വേണ്ട വേണ്ട, എഞ്ചിൻ സ്റ്റാളാവും കേട്ടോ. ഹൈ ഗിയർ എന്തോടെ ചാടിപ്പോകുന്ന വണ്ടി. പക്ഷെ എഞ്ചിൻ സ്റ്റാളാവും കേട്ടോ. നമ്മൾ നോക്കി പോണം ഗൈസ്. പെട്രോൾ കുറവായതുകൊണ്ട് കേട്ടോ നമ്മൾ ഹൈ ഗിയർ വയ്ക്കണേ. വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, നമുക്ക് പെട്ടെന്ന് എത്തണം. ഇവിടെ നല്ല കുഴിയാണെന്ന് തോന്നട്ടോ, അത്യാവശ്യം. കടച്ച കരയിലെ കണ്ണതടി. ജസ്റ്റ് 10 ലിറ്ററേ ഉള്ളൂ കേട്ടോ ഇനി. എടാ ഇവിടെ നല്ല ആഴോടാ, നല്ല ആഴോടാ. ഇവിടെ നല്ല ചെളിയാണ് കൈസ്. നമ്മളിൽ പെട്രോളും കുറവാട്ടോ. കേറിപ്പോടെ കേറിപ്പോടെ. ഈ സൈഡിൽ കൂടെ കയറണായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് ഈ സൈഡ് പിടിച്ചു പോവാ ഗൈസ്, അതാണ് നല്ലത്. എടാ പെട്രോൾ നല്ല കുറഞ്ഞടാ. ആ പോട്ടെ 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 പോട്ടെ, ഒരിടം വീഴാതെ പോയാൽ മതിയായിരുന്നു.
ഗൈസ് ഹൈ ഗിയർ ഇടുമ്പോൾ ഉള്ള പണിയെന്ന് വെച്ചാൽ ഹൈ ഗിയർ ഇടുമ്പോഴത്തേക്കും വണ്ടിയുടെ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഹൈ ഗിയർ ഇട്ടങ്ങ് പോകായിരുന്നു. ഇപ്പൊ ഹൈ ഗിയർ ആണ് കേട്ടോ. ഹൈ ഗിയർ ഇട്ട പറക്കും ഗൈസ് വണ്ടി. കണ്ട 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 പോന്നണ്ട. ഓ എടാ 11 ലിറ്ററേ ഉള്ളൂടാ ബാക്കി. എങ്ങനെയും എത്തിക്കണം. ലെറ്റ്സ് ഗോ. വണ്ടി മറിയാതെ കൊണ്ടുപോകും, കുഴപ്പമില്ല. പയ്യെ പോയാലും കുഴപ്പമില്ല, വണ്ടി മറിയാതെ കൊണ്ടുപോകണം. ഇതുവഴിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഐ തിങ്ക് ഗൈസ് നമ്മൾ എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. വലിയ ധൈര്യടേ. പക്ഷേ കേറി വാ. ഓയ് വണ്ടി സീനാട്ടോ. എന്റെ പള്ളി. കടച്ചക്കരയിലെ അയ്യോ കുഴിയാട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴി കൊണ്ട് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പിന്നെ അല്ല ഗൈസ്, വെറും 8 ലിറ്റർ കേട്ടോ. വെറും 8 ലിറ്ററേ ഉള്ളൂ. നമ്മൾ ഫൈനലി റോഡിലെത്തി കേട്ടോ. അത് വലിയ കാര്യം. ഓ എത്തിയേട്ടാ അളിയ, നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അത്രേ ഉള്ളൂ. ആ വണ്ടി ഓടിക്കാൻ പറ്റൂടെ. 15,000 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. പിന്നെ അല്ല പെട്രോൾ കാശ് മുതലായി. ഇനി വണ്ടിയുടെ അല്ലറ പണിയായിട്ട് 15,000 രൂപ അവന്മാർക്ക് കൊടുക്കേണ്ടി വരും. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ച് പെട്രോൾ ഇരുന്ന് വഴി നിൽക്കുന്നു. ഈ സാധനത്തിന് ഒടുക്കത്തെ മൈലേജ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഗൈസ്. അപ്പോഴേ നമ്മൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.